ഹസ്രത്ത് അർക്കാനി ഗസ്നിയിലെ മഹ്മൂദിന് നൽകിയ ഉപദേശം. ഒരു യാത്രക്കിടെ അദ്ദേഹം അർക്കാൻ നഗരത്തിനടുത്തെത്തി. അക്കാലത്തെ മഹാനായ സന്യാസിമാരിലൊരാളായ അബുൽ ഹസൻ അർക്കാനി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറിയാത്ത ഇന്ത്യയെ കീഴടക്കിയ ഗസ്നിയിലെ മഹാനായ സുൽത്താൻ മഹ്മൂദ് അർക്കാൻ ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ അബുൽ ഹസൻ അർക്കാനിയെ സന്ദർശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ആളുകളിൽ ഒരാളെ വിളിച്ചു വരുത്തി അർക്കാനിയിലേക്ക് പോകാൻ കൽപ്പിച്ചു. ഗസ്നിയിലെ സുൽത്താൻ നിങ്ങളെ സന്ദർശിക്കും. നീയും നിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തെ കാണാൻ പുറപ്പെടണം. അദ്ദേഹം അടിച്ചാൽ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങളിൽ അധികാരമുള്ളവരെയും അനുസരിക്കുക എന്ന വാക്യം ഓർമ്മിപ്പിക്കാനും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശത്തോടെ വിശുദ്ധൻ എങ്ങനെ പെരുമാറുമെന്ന് നിരീക്ഷിക്കാനും അദ്ദേഹത്തിന്റെ ആത്മീയ പൂർണ്ണത പരീക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ദൂതൻ തന്റെ ചുമതല പൂർത്തിയാക്കിയ ശേഷം അബുൽ ഹസൻ അൽ അർക്കാനി ദൂതനോട് ക്ഷമാപണം നടത്തി. സുൽത്താന്റെ മുമ്പാകെ പോകാൻ ആഗ്രഹിച്ചില്ല. ഹസ്രത്ത് അർക്കാനി അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദിനോട് പറയുക, അബുൽ അൽ ഹസൻ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന കൽപ്പനയിൽ മുഴുകിയിരിക്കുന്നതിനാൽ നിങ്ങളെ സഹായിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. സ്ഥിതിഗതികൾ സുൽത്താനെ അറിയിച്ചു. ഈ വാർത്ത അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയുടെയും ചക്രവർത്തിയായിരുന്ന സുൽത്താൻ മഹ്മൂദിനെ വല്ലാതെ ബാധിച്ചു. അദ്ദേഹം ചുറ്റുമുള്ളവരോട് പറഞ്ഞു, നമുക്ക് ഷെയ്ഖിന്റെ സാന്നിധ്യത്തിലേക്ക് പോകാം. ഈ മനുഷ്യൻ വ്യത്യസ്തനാണ്. നമുക്കറിയാവുന്ന ആളുകളെ പോലെയല്ല. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. പിന്നെ അദ്ദേഹം ഖാദിയാദിനെ സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ഒരു സിലാഹ്ദാറിന്റെ അഥവാ ആയുധവാഹകന്റെ വസ്ത്രത്തിൽ അദ്ദേഹം തന്നെ ഖാദിയാദിന്റെ അരികിൽ നിന്നു. വേഷപ്പചനായി തന്റെ സന്നിധിയിൽ പ്രവേശിച്ച സുൽത്താൻ മഹ്മൂദിനെ അബുൽ ഹസൻ അൽ അർക്കാനി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒരു ദയയും കാണിച്ചില്ല. തന്റെ കുരുവായ ബയാസിദെ ബസ്താമിയെ കുറിച്ച് സുൽത്താൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അന്ത്യം മഹ്മൂദിന്റേതാകട്ടെ എന്ന് പറഞ്ഞു. സുൽത്താൻ വാഗ്ദാനം ചെയ്ത സ്വർണസഞ്ചി അദ്ദേഹം നിരസിച്ചു. പകരം അദ്ദേഹത്തിന് അനുഗ്രഹമായി തന്റെ മേലങ്കി സമ്മാനിച്ചു. അദ്ദേഹം പോയപ്പോൾ എഴുന്നേറ്റു. ഞാൻ എത്തിയപ്പോൾ നിങ്ങൾ ഒരു ദയവും കാണിച്ചില്ല. ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് എഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ച സുൽത്താന് അദ്ദേഹം മറുപടി പറഞ്ഞു, ആദ്യം നിങ്ങൾ രാജ്യത്വത്തിന്റെ അഭിമാനത്താൽ പരീക്ഷിക്കപ്പെടാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിനയത്തിന്റെയും സന്യാസത്തിന്റെയും അവസ്ഥയിലാണ് പോകുന്നത്. സന്യാസത്തിന്റെ സൂര്യന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കും. നിങ്ങൾ ഒരു രാജാവായതുകൊണ്ടല്ല ഞാൻ ഉയർത്തെഴുന്നേറ്റത്. നിങ്ങൾ ഒരു ദർവീഷ് ആയതുകൊണ്ടാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റത്. ഈ സംഭവത്തിനു ശേഷം സുൽത്താൻ മഹ്മൂദിന്റെ ഹൃദയം അബുൽ ഹസൻ അൽ അർക്കാനിയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ ഒരു യുദ്ധത്തിനിടെ ശത്രു സൈന്യത്തിന്റെ ഭീമാകരത അദ്ദേഹത്തെ ഭയപ്പെടുത്തി. അദ്ദേഹം കുതിരപ്പുറത്തു നിന്നിറങ്ങി ആ അനുഗ്രഹീതനായ മനുഷ്യൻ നൽകിയ മേലങ്കി എടുത്ത് ഒരു മൂലയിലേക്ക് പിൻവാങ്ങി. മേലങ്കി കയ്യിൽ പിടിച്ച് നെറ്റിയിൽ നിലത്ത് തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലയോ നാഥ, ഈ മേലങ്കിയുടെ ഉടമയ്ക്കു വേണ്ടി ഈ അവിശ്വാസികൾക്കെതിരെ നീ എനിക്ക് വിജയം നൽകിയാൽ എല്ലാ കൊള്ളയും ഞാൻ ദർവീഷുകൾക്ക് നൽകും. യുദ്ധത്തിന്റെ അവസാനം അദ്ദേഹം വിജയം നേടി.